മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ 1 പത്രോസ് 5:7 നമുക്ക് ധ്യാനിക്കാം. 1 Peter chapter 5:7. കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒരിക്കലൊരു സാമൂഹ്യ പ്രവർത്തകൻ എബ്രഹാം ലിങ്കണെ തന്റെ ഗ്രാമത്തിൽ പ്രസംഗത്തിന് ക്ഷണിച്ചു. ഡയറി നോക്കിയിട്ട് ലിങ്കൺ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്കന്ന് തീരെ ഒഴിവുണ്ടാവുകയില്ല. ആഗതൻ തലചൊറിഞ്ഞിട്ട് വിനയത്തോടെ പറഞ്ഞു, അങ്ങേക്ക് ആ ദിവസത്തെ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ ഏതെങ്കിലും പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കരുതോ? പുഞ്ചിരിയോടെ ലിങ്കൺ സെക്രട്ടറിയോട് ചോദിച്ചു, അന്നത്തെ എന്റെ ജന്മദിനാഘോഷം എന്നത്തേക്കാണ് മാറ്റിവെക്കേണ്ടത്? സെക്രട്ടറിയും ആഗതനും അവിടെ കൂടി നിന്നവരും പൊട്ടിച്ചിരിച്ചുപോയി. അതെ, ചിരി ആരോഗ്യകരമായ ഒരു വ്യായാമം തന്നെയാണ്, സംശയമില്ല. കർത്താവാണ് നമ്മളെ ശ്രദ്ധിക്കുന്നത്, കർത്താവാണ് നമ്മളെ നയിക്കുന്നത്. ആ ബോധ്യം എപ്പോഴും ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ആ ഒരു ലാളിത്യ മനോഭാവത്തോടെ ജീവിക്കാൻ കഴിയും. നമ്മുടെ മുഖത്തു നിന്ന് പുഞ്ചിരി മായാൻ പാടില്ല. അങ്ങനെ കർത്താവിൽ സന്തോഷിക്കുന്നവരായി മാറുക. കാരണം എന്റെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. ഈ ബോധ്യം ഹൃദയത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.